നമസ്കാരം. നമസ്തേ. ഇന്ത്യ കാവേരി ജെറ്റ് എഞ്ചിൻ വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 90കളിൽ ശ്രമിക്കുന്നതാണ് ഇന്ത്യ ഈ കാവേരി ജെറ്റ് എഞ്ചിന് വേണ്ടിയിട്ട്. ഇന്ത്യയുടെ പല വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം അതിൻ്റെ ത്രസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിയ തരത്തിലുള്ള പരാജയങ്ങൾ വന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യ പലപ്പോഴും ആശ്രയിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ എഞ്ചിനുകളെയായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് എന്താ പറയുക, അതിലോട്ട് ഇന്ത്യ കടക്കുന്നു എന്നുള്ളതും കേന്ദ്ര സർക്കാർ അതിനോട് ഫണ്ട് വക മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ശരിയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടോളമായി ഇന്ത്യ സ്വന്തമായിട്ടൊരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ അത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ലോകത്തിൽ തന്നെ ഒരു ഒരു 4-5 രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനുള്ള ടെക്നോളജി. ഈ അടുത്ത കാലത്താണ് ജെറ്റ് എഞ്ചിൻ സ്വന്തമായിട്ട് ചൈന ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിച്ചത്. അത് അത് തന്നെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും അവരുടെ മികച്ച ഫൈറ്റർ ജെറ്റുകൾക്ക് റഷ്യൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഇത് ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് ആദ്യമേ തന്നെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ പതിറ്റാണ്ടുകളുടെ ശ്രമത്തിനൊടുവിലും നമ്മൾ വിജയത്തിന്റെ തൊട്ടരികിലെത്തി. ഈ കാവേരി എഞ്ചിൻ ഇന്ത്യ വികസിപ്പിച്ചത്, അത് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ അഭിമാന പ്രോജക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് കാവേരി ജെറ്റ് എഞ്ചിനാൽ പവർ നൽകപ്പെടും എന്നാണ്. പക്ഷെ ദൗർഭാഗ്യവശാല് അതിന് സാധിച്ചില്ല. തേജസ് വിമാനത്തിന്റെ MK-1A എന്ന് പറയുന്ന ആദ്യത്തെ സീരീസിലെ ആദ്യ ഫൈറ്റർ ജെറ്റുകൾക്ക് ഏതാണ്ട് 83-84 കിലോ ന്യൂട്ടൺ, 83-നും 84-നും ഇടയ്ക്ക് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ആണ് ആവശ്യമുള്ളത്. പക്ഷേ കാവേരി എഞ്ചിന് നൽകാൻ കഴിഞ്ഞത് ഒരു 76-77 മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാവേരി എഞ്ചിൻ പ്രോജക്റ്റ് നമ്മൾ ഉപേക്ഷിച്ചു. അമേരിക്കയിൽ നിന്നും F404 എന്ന് പറയുന്ന വളരെ വർഷങ്ങളായിട്ട് ഉപയോഗത്തിലിരിക്കുന്ന ഒരു എഞ്ചിൻ, അത് F404 IN-20 എന്ന പുതിയൊരു വെർഷൻ ഇന്ത്യക്കായിട്ട് അവർ നിർമ്മിക്കുന്നു. അമേരിക്കൻ എഞ്ചിൻ നിർമ്മാതാക്കളായ GE. അപ്പോ ആ എഞ്ചിൻ നമ്മൾ വാങ്ങാമെന്ന് തീരുമാനിക്കുന്നു. ആ എഞ്ചിൻ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വിമാനം നിർമ്മിച്ചത്. അതായത് ദൗർഭാഗ്യവശാൽ ഈ വിമാന നിർമ്മാണത്തിൽ കാലിനൊത്ത കട്ടിലുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അതായത് വിമാനത്തിന്റെ ഹള്ളിന്, വിമാനത്തിന്റെ ചട്ടക്കൂടിന് അനുസരിച്ചുള്ള എഞ്ചിനല്ല, എഞ്ചിനൊത്ത ചട്ടക്കൂട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെയാണ് ലോകത്തിലെല്ലായിടും. എഞ്ചിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് വിമാനം നിർമ്മിക്കുന്നത്. അപ്പൊ വിമാനം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ എഞ്ചിന്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടാണ് പിന്നീട് ഏതാണ്ട് അതനുസരിച്ച് അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിമാനം നിർമ്മിക്കുന്നത്. ഇത് സാധാരണ ഈ വിമാന നിർമ്മാണ കമ്പനികൾ പറഞ്ഞിട്ടാണ്. ഞാൻ ചില ആൾക്കാർ അതിനോട് വിയോജിക്കുന്നുണ്ട്. ആധുനിക കാലത്തിലെ സിമുലേഷനൊക്കെ ഉണ്ടായ കാരണം വിമാനത്തിന്റെ എഞ്ചിൻ അനുസരിച്ച് തന്നെ വിമാനം ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വാദിക്കുന്ന ചില എഞ്ചിനീയർമാർ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഭൂരിപക്ഷത്തിന്റെയും വാദഗതി ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ അമേരിക്കയുടെ എഞ്ചിന് അനുസൃതമായിട്ടാണ് നമ്മൾ ഈ വിമാനം നിർമ്മിച്ചത്. അത് കാരണം നമ്മൾ എണ്ണ വരയ്ക്കുക. കാരണം ഈ എഞ്ചിൻ ഒന്നാമത് നൽകാനായിട്ട് അമേരിക്ക കാലതാമസം വരുത്തി. കാലതാമസം വന്നിട്ട് ഇപ്പം നൽകിയപ്പം F404 എഞ്ചിന് 6 എണ്ണം നൽകുമ്പോൾ അതിൽ ഒരെണ്ണം കേടായിരുന്നു. പിന്നെ ഇനി വരാനിരിക്കുന്ന AMCAക്ക് വേണ്ടി F414 എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് തരാൻ പോകുന്നത്. ആ F414 ആദ്യം ചർച്ചകൾ നടത്തിയപ്പോൾ 80 കോടി രൂപയാണ് ഒരു എഞ്ചിന് വില എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്നലെ ഈ 2 ദിവസത്തിന് മുമ്പ് പെട്ടെന്ന് അമേരിക്ക പറയുന്നു ഒരു എഞ്ചിന് അതിന്റെ ഏതാണ്ട് 400 കോടി രൂപ അല്ലെ 300-400 കോടി രൂപയുടെ ഇടയ്ക്കുള്ള ഒരു വില കൊടുക്കണമെന്ന്. അതായത് അമേരിക്ക ഇന്ത്യയുടെ യുദ്ധവിമാന പ്രോജക്റ്റുകളെ അട്ടിമറിക്കുകയാണെന്നാണ് ഇപ്പോഴുള്ള സംശയം. ഈ ഒരു സാഹചര്യത്തില് വീണ്ടും ഈ പാമ്പും പഴയതാ നല്ലതെന്നാണ് പറയുന്നത്. അത് കാരണം പഴയ കാവേരി എഞ്ചിൻ പ്രോജക്റ്റ് ഒന്ന് പൊടിതട്ടി അത് വീണ്ടും പ്രാവർത്തികമാക്കാമോ എന്നുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ത്യ. അതിനിടയ്ക്ക് ഇന്ത്യയില് ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിൽ കുറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈ വലിയ ത്രസ്റ്റ് ഉള്ള എഞ്ചിനുകളല്ല, ഈ മൈക്രോ
ടർബോഫാൻ എഞ്ചിൻ എന്ന ചെറിയ ത്രസ്റ്റ് നൽകുന്ന എഞ്ചിനുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പൊ ബഹുദൂരം അതിവേഗം മുന്നോട്ട് പോയി. കാരണം അതിപ്പം ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതാണ്ട് 5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് വരെ നൽകുന്ന ചെറിയ ടർബോഫാൻ കാറ്റഗറിപ്പെട്ട എഞ്ചിനുകളുണ്ട്. അതിപ്പോ വളരെ വിജയകരമായിട്ട് ഇന്ത്യയിലെ പല കമ്പനികളും നിർമ്മിക്കുന്നു. ഈ ജെറ്റ് എഞ്ചിനുകളാണ് നമ്മുടെ ഇപ്പം മണിക് എഞ്ചിൻ എന്ന് പറഞ്ഞ നമ്മുടെ മിസൈലുകൾക്ക്, ക്രൂയിസ് മിസൈലുകൾക്ക് ശക്തി നൽകുന്നത് ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിനാണ്. അത് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് GTRE അവർ തന്നെയാണ് ഈ കാവേരി എഞ്ചിൻ നിർമ്മിക്കുന്നത്. അപ്പൊ അവർ തന്നെ നിർമ്മിച്ച ചെറിയ ജെറ്റ് എഞ്ചിൻ, ചെറിയ ത്രസ്റ്റ് ഉള്ളത് പരിപൂർണ വിജയമാണ്. അതങ്ങനെ. പിന്നെ മറ്റ് ചില എഞ്ചിനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വാങ്കൽ എന്ന് പറയുന്ന അത് ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ് വാങ്കൽ. ആ തരത്തിലുള്ള ചെറിയ ശക്തിയുള്ള എഞ്ചിനുകൾ ഇന്ത്യ സ്വകാര്യ കമ്പനികൾ നിർമ്മിക്കുന്നുണ്ട്. ഈ മറ്റു ചില സ്വകാര്യ കമ്പനികൾ 4 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ള ടർബോഫാൻ ജെറ്റ് എഞ്ചിൻ വിജയകരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാര് ഇക്കാര്യത്തില് ഇപ്പൊ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ 80 കിലോ ന്യൂട്ടന് മുകളിൽ ത്രസ്റ്റ് നൽകേണ്ട ഒരു എഞ്ചിൻ അതൊരു സ്വപ്നമായിട്ട് ഇരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ, അതായത് 2026 ഫെബ്രുവരി, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബ്രഹ്മോസ് എയറോസ്പേസിലെ എഞ്ചിനീയർമാര് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായി. അവര് ഈ നിലവിലുള്ള ഈ കാവേരി എഞ്ചിന് അതിന് ആഫ്റ്റർ ബേണർ, അതായത് ചില ഘട്ടങ്ങളിൽ കൂടുതൽ ഫ്യൂവൽ പമ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ആഫ്റ്റർ ബേണറുകൾ ഉപയോഗിച്ചിട്ട് ഈ ത്രസ്റ്റ് 80 മുകളിൽ പോകണമെങ്കിൽ ഏത് എഞ്ചിനായാലും, അതായത് F404 എഞ്ചിനായാലും ആഫ്റ്റർ ബേണർ ഉപയോഗിക്കണം. അപ്പോ ആ ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാനും എഞ്ചിൻ അവര് കുറച്ചൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് അവരുടെ പരീക്ഷണത്തിൽ ഫെബ്രുവരിയിൽ നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന പരീക്ഷണത്തിൽ 82 കിലോ ന്യൂട്ടണിലധികം ഈ എഞ്ചിൻ ഉത്പാദിപ്പിച്ചു. അങ്ങനെ ആ ചരിത്രം സൃഷ്ടിച്ചു. അതായത് ഈ എഞ്ചിൻ യഥാർത്ഥത്തില് ഈ കാവേരി 2.0 എന്നിപ്പോ പേരിട്ടിരിക്കുന്ന ഈ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ F404 എഞ്ചിന്റെ അതേപോലെ അതിനേക്കാൾ ഒരു അല്പം അധികം 84 വരെ കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഈ എഞ്ചിൻ ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് ഉത്പാദിപ്പിക്കാമെന്നാണ് ഈ ബ്രഹ്മോസ് എഞ്ചിനീയർമാർ പറയുന്നത്. അപ്പോ അക്കാര്യം വരുമ്പോൾ ഏതാണ്ട് F404 എഞ്ചിനേക്കാൾ മികച്ച പെർഫോമൻസ് ഇത് നടത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നെ ഇതങ്ങ് കാവേരിയിലോട്ട് ഫിറ്റ് ചെയ്താൽ പോരായോ എന്ന് നമുക്ക് ഒരു ലളിത ബുദ്ധിയിൽ ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ അങ്ങനെ പറ്റില്ല. ഇത് ഭൂമിയിൽ വെച്ചിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഈ വിമാനങ്ങളുടെ എഞ്ചിൻ ടെസ്റ്റ് അത് നടത്തണമെങ്കിൽ യഥാർത്ഥ വിമാനത്തിൽ ഫിറ്റ് ചെയ്ത് ആകാശത്തിൽ ഈ യഥാർത്ഥ വിമാനം പറക്കുന്ന ഉയരത്തിലും ആ സാഹചര്യങ്ങളിലും അത് കൃത്യമായിട്ട് മണിക്കൂറുകളോളം പ്രവർത്തിക്കണം. അപ്പൊ എങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അതായത് നിങ്ങൾ വിചാരിക്കുന്ന വേഗതയിലൊന്നും ഇത് വിജയിച്ചാൽ പോലും ഒരു 6-7 കൊല്ലം എടുക്കും ഇത് പ്രായോഗികമായിട്ട് എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞ് ഇത് വിമാനത്തിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തണമെന്ന്. പക്ഷേ ഭാഗ്യവശാല് അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോ എന്താണ് അതിനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്? ഒന്നാമത്തേത്, ഇന്ത്യയെ ഈ ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിൽ ഇന്ത്യയെ അലട്ടിക്കൊണ്ടിരുന്നത് ഈ ജെറ്റ് എഞ്ചിനുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന ഊർജം. ആ ഉയർന്ന ഊർജം ഏതാണ്ട് 1700 കെൽവിൻ ഒക്കെ വരുന്ന, എനിക്ക് തോന്നുന്നു 1500 സെൽഷ്യസ് ഡിഗ്രി, 1200 മുകളിൽ വരുന്ന ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ ഡിഗ്രി സെൽഷ്യസിലോട്ട് അതൊന്ന് മാറ്റണം. അപ്പോ അത്ര വലിയ ഒരു ചൂടിൽ പല മെറ്റലുകളും ചിലത് ഉരുകിപ്പോവും, ചിലത് ഉരുകിയില്ലെങ്കിലും അതിന്റെ പ്രവർത്തന ശേഷിക്ക് ഒരു ഇടിവ് സംഭവിക്കും. അപ്പൊ അതിന് മെറ്റലർജിയിലുള്ള അഡ്വാൻസ്മെന്റ്സ്, അതായത് ഈ കോമ്പോസിറ്റുകൾ, അതായത് പല ലോഹങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു ലോഹം സൃഷ്ടിക്കാനുള്ള കഴിവാണ് ഈ ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാനുള്ള ഏറ്റവും അടിസ്ഥാന കഴിവ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ചൂടിനെ പ്രതിരോധിക്കണം. അതുപോലെ ഉന്നതമായ പ്രഷറിലും ഒക്കെ ഈ എഞ്ചിൻ യാതൊരു കാരണവശാലും ആ എഞ്ചിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരാതെ സ്റ്റഡി ആയിട്ട് എഞ്ചിൻ പ്രവർത്തിക്കണം. അതേ ത്രസ്റ്റ് അത് ഉത്പാദിപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫ്ലൈയിങ് ബെഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഒരു വിമാനത്തിൽ തന്നെ ഇത് ഘടിപ്പിച്ച് 2 എഞ്ചിനുള്ള ഒരു വിമാനത്തിലെ ഒരു എഞ്ചിൻ ഈ
പിന്നെ കാവേരി 2.0 ആയിരിക്കും. അത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വർഷവും അടുത്ത വർഷവുമായിട്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രയൽ നടത്തും. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു വിമാനം പറക്കുന്ന അത്ര ഉയരത്തിൽ കൊണ്ടുപോയിട്ട് ആദ്യം എഞ്ചിൻ വിമാനത്തിൽ ഘടിപ്പിക്കാതെ തന്നെ ട്രയൽ നടത്തും. അത് റഷ്യയിൽ വെച്ചാണ് നടത്താൻ പോകുന്നത്. റഷ്യക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനുശേഷം ഇന്ദിര ടെസ്റ്റ് ബെഡ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു പരീക്ഷണ സംവിധാനമുണ്ട്. അവിടെ വെച്ചും അത് നടത്തും. അങ്ങനെ അത് പൂർത്തിയായി കഴിഞ്ഞാൽ 2028 കൂടി ഒരു തേജസ് വിമാനം മാറ്റിയെടുത്ത് ഒരു ട്വിൻ എഞ്ചിൻ വിമാനമാക്കി മാറ്റിയെടുത്തിട്ട് അതിൽ ഒരെണ്ണം F404ഉം ഒരെണ്ണം കാവേരി 2.0യും വെക്കും. അതായത് കാവേരി ഇനി അഥവാ പരാജയപ്പെട്ടാലും വിമാനം തകരത്തില്ല. വിമാനം F404ൽ പറക്കും. അപ്പോ അത്തരം ഒരു ടെസ്റ്റ് ബെഡ് എന്ന് പറയുന്ന കാവേരി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തേജസ് വിമാനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കൊല്ലത്തിനുള്ളിൽ 2028 ആ പരീക്ഷണവും നടക്കും. അതിനുശേഷം പിന്നീട് സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകളുണ്ട്. അതായത് ഇത് ഏതൊരു സാഹചര്യത്തിലാണ് ഇതിന് കുഴപ്പം വല്ലതും സംഭവിക്കുമോ? കാരണം ഒരു യുദ്ധവിമാനത്തിലാണ്, ആകാശത്തിൽ വെച്ച് ഇത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചാൽ തന്നെ അത് ശത്രുവിന്റെ മുന്നിൽ ഒരു സിറ്റിംഗ് ഡക്ക് എന്ന് പറയുന്ന ഒരു നിസ്സഹായ ഒരു ഇരയായിട്ട് മാറാം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സർട്ടിഫിക്കേഷൻ ഏജൻസികൾ ഇത് ഒരുവിധം ഒക്കെ ശരി അപ്ലൈസ് ചെയ്യും. അതായത് മിഡ് ലൈഫ് അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ ആ ഒരു സമയത്ത് മാറ്റി തേജസ് ഫിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് GTRE എന്ന് പറയുന്ന ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു പണ്ട്. വിമാനം ഡിസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ അത് നിർമ്മിക്കുകയും പരീക്ഷണം നടത്തുകയും എല്ലാം അവരുടെ തലയിലായി. വ്യവസായവുമായിട്ട്, അതായത് ഗോദ്റേജ് എഞ്ചിന്റെ നിർമ്മാണവും അവർ നടത്തും. പക്ഷെ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ GTREയുടെ ശാസ്ത്രജ്ഞന്മാര് സഹായിക്കും. ഗോദ്റേജ് നിർമ്മിക്കുന്ന സ്ഥലത്ത് GTREയുടെ ചില എഞ്ചിനീയർമാരുടെ നിരന്തര സന്ദർശനവും അവരുടെ ഉപദേശവും ഉണ്ടായിരിക്കും. എന്തായാലും ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു ഇന്ത്യ. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ നിർമ്മാണം ഒരു കമ്പനി, ഒരു സർക്കാർ സ്ഥാപനം മാത്രം നടത്താതെ അത് പല ഏജൻസികൾ ചേർന്ന പല ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇതിന്റെ ആക്ച്വൽ നിർമ്മാണം ഒരു സ്വകാര്യ കമ്പനി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധ വ്യവസായത്തിലുള്ളവർക്ക് പൂർണ്ണമായിട്ടും ഗവേഷണ വികസനത്തിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഇക്കോ സിസ്റ്റം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് മാത്രവുമല്ല, ഈ ആദ്യത്തെ എഞ്ചിൻ ആഫ്റ്റർ ബേണർ കൂടാതെ കാവേരി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 15 ടണ്ണിലധികം ഭാരം വരുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള പിന്നെ ഡ്രോണുകളിലൊന്നായ ഘാതക്, അത് പണിപ്പുരയിലാണ് ഈ നമ്മൾ ആദ്യം നിർമ്മിക്കുകയാണ്. അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ആ ടെക്നോളജി നമ്മൾ സ്വായത്തമാക്കി. ബ്ലേഡുകൾ അത് നിർമ്മിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണത്. അത് ഒന്നായിട്ട് തന്നെ നിർമ്മിക്കുക. അതായത് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവില്ല. അതിൽ കൂട്ടിച്ചേർക്കൽ വരുമ്പോഴാണ്, ചൂട് വരുമ്പോൾ ഇത് ഉരുകി പോകുന്നതും ഇതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അങ്ങനെ ഒരു സിംഗിൾ ബ്ലേഡായിട്ട് അത് നിർമ്മിക്കാൻ പറ്റുന്ന ടെക്നോളജി ഇന്ത്യ സ്വയം വികസിപ്പിച്ചു. പല കോമ്പോസിറ്റ് മെറ്റൽസും ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. തൽക്കാലം ഞാൻ ഈ ഗവേഷണത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വാർത്തകൾ പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും വിശകലനങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.